Welcome, dear learners, to Niels Academy KWA Lab Assistant class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ അതിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ എല്ലാം നോക്കിയിരുന്നു അല്ലേ? അപ്പൊ ഇനി അതിന്റെ നെക്സ്റ്റ് ടോപ്പിക്കായ സെൽ സൈക്കിൾ അതുപോലെ സെൽ ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിന്ന് എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം ഇതില് എന്താണ് ചില പോയിന്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചേക്കുക. അപ്പൊ നമുക്ക് നോക്കാം. സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ, സെല്ലിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. യൂണിസെല്ലുലാർ, പിന്നെ സെല്ല് യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഫോംസ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഇരുന്നാലും ഈ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് അല്ലെ? സെൽ ഡിവിഷൻ നടന്നാലേ ഗ്രോത്ത് നടക്കുള്ളൂ, റിപ്പയർ നടക്കുള്ളൂ. പിന്നെ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിലും സെല്ല് ഡിവൈഡ് ചെയ്യണം. Okay, growth and reproduction of all organisms depends on the division and enlargement of cells. അപ്പൊ അത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, എങ്ങനെ വലിപ്പം വെക്കുന്നു, അതനുസരിച്ചിട്ടാണ്. അപ്പൊ the mechanism of division and multiplication of cell together constitute cell reproduction. അതിനെയാണ് ഡിവിഷൻ. അങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്പിൾ കോപ്പീസ് ആവുന്നു. അതിനെയാണ് സെൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. All cells reproduce by dividing into two, where each parent cell gives rise to two daughter cells. ഒരു സെല്ല് രണ്ടായി മാറുന്നു. അതാണ് സെൽ ഡിവിഷനിൽ നടക്കുന്നത്. All cells reproduce by dividing into two. അതുപോലെ തന്നെ ഓരോ പാരന്റ് സെല്ലിൽ നിന്നും രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ എന്താ നടക്കുന്നത്? DNA ഇങ്ങനെ ചുമ്മാ ഡിവൈഡ് ചെയ്ത് മാത്രമല്ല നടക്കുന്നത്. ഒരു സെല്ല് രണ്ടാവുക മാത്രമല്ല ചെയ്യുന്നത്. ആ സമയത്ത് അതിനൊപ്പം സെല്ലിലെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഗ്രോത്ത് നടക്കുന്ന ഇൻ ദ സെൻസ് DNA റിപ്ലിക്കേഷൻ ടേക്കിംഗ് പ്ലേസ്. DNA റിപ്ലിക്കേഷൻ, സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, DNA റിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. എപ്പോഴാണ്? സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സെൽ ഡിവിഷൻ, അപ്പൊ ഈ ഇവന്റ്സ് എല്ലാം ഇങ്ങനെ സീക്വൻഷ്യലി ആയിട്ടാണ് നടക്കുന്നത്. ഈ സെൽ സൈക്കിളില് ദാറ്റ് ഈസ് ഓരോരോ ഇവന്റ്സും ഓക്കെ സീക്വൻഷ്യലി നടക്കുകയാണ്. അപ്പം all life forms with the unicellular or multicellular start their life with a single cell എന്നാണ് ഇങ്ങനെ അതിന്റെ ലൈഫ് ഫോംസ്. ഏത് ലൈഫ് ഫോംസ് ആണെങ്കിൽ സിംഗിൾ സെൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സെല്ല് ഗ്രോ ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ DNA റിപ്ലിക്കേറ്റ് ചെയ്യുന്നു, ദെൻ സെൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ പ്രോസസ് ഇങ്ങനെ ഓർഗാനിസത്തില് നടന്നുകൊണ്ടേ ഇരിക്കും, സെൽ ഡിവിഷൻ ആൻഡ് ഗ്രോത്ത് നടക്കുന്ന സമയത്തെല്ലാം. ഓക്കെ, then Fleming in 1882 first described cell division in animals and coined the term mitosis. മൈറ്റോസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എന്നുള്ള ടേം. മൈറ്റോസിസ് വാസ് കോയിൻഡ് ബൈ ഫ്ലെമിംഗ് ആണ് കോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ സെൽ ഡിവിഷൻ എന്താണെന്ന് നോക്കാം. സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പാരന്റ് സെൽ ഇൻടു ഡോട്ടർ സെൽസ്. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയായിരുന്നു ഒരു സെല്ലിന്ന് രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്ന. അപ്പൊ അതിനെയാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ സെൽ ഡിവിഷൻ 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മൈറ്റോസിസ്, സെക്കൻഡ് മൈറ്റോസിസ് ആൻഡ് തേർഡ് വൺ ഇസ് മിയോസിസ്. അപ്പൊ 3 തരത്തിൽ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ആദ്യത്തത് മൈറ്റോസിസ് എന്ന് വെച്ചാല് ഡയറക്റ്റ് സെൽ ഡിവിഷൻ. ഇൻ ദിസ് പ്രോസസ് ന്യൂക്ലിയസ്, അവിടെ എന്താ നടക്കുന്നത്? Here, nucleus of a cell lengthens and constriction appears. The nucleus become dumbbell shaped and then divide into two. ഇപ്പൊ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. They do not necessarily pass through any phase. This type of division mainly takes place in unicellular organisms. Unicellular organisms എന്ന് പറയുമ്പോൾ ഒരു സെല്ലേ ഉള്ളൂ. അവിടെ ചുമ്മാ ഒരു ന്യൂക്ലിയസ് ഇങ്ങനെ നീണ്ട് ആ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഒരു പാരന്റ് സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. അതാണ് മൈറ്റോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മൈറ്റോസിസ് ഓർ ഇൻഡയറക്റ്റ് സെൽ ഡിവിഷൻ. അപ്പൊ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സൊമാറ്റോജെനിസിസ് എന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ബോഡി സെൽസ്. അതായത് റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലാത്ത സെൽസിനെയാണ് ഈ സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഗാമേറ്റ്സ് അല്ലാത്തത്. അപ്പൊ ബോഡി സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് അവിടെ നടക്കുന്നതാണ് മൈറ്റോസിസ്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഇക്വേഷണൽ ഡിവിഷൻ. എന്താ പറയുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ. ഹിയർ ഡോട്ടർ സെൽസ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോംസ്.
അപ്പൊ അങ്ങനെ ആസ് എ റിസൾട്ട് ഓഫ് ഇക്വേഷണൽ ഡിവിഷൻ ഉണ്ടാവുന്ന ഡോട്ടർ സെൽസിന് എന്റെ ക്രോമസോം നമ്പർ എങ്ങനെയായിരിക്കും? സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. സോ ദാറ്റ് ഡിവിഷൻ ഇസ് നോൺ ആസ് ഹോമോട്ടിപ്പിക് ഡിവിഷൻ. അപ്പം ഹോമോട്ടിപ്പിക് ഡിവിഷൻ, അതായത് ഡിവിഷൻ കംപ്ലീറ്റിംഗ് ഇൻ വൺ സീക്വൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കാരിയോകൈനസിസ്, കാരിയോ ന്യൂക്ലിയസ്. അപ്പൊ ഡിവിഷൻ മെയിൻലി കൺസേർഡ് വിത്ത് ദ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇൻഡയറക്ട് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കാരിയോകൈനസിസ്, ഇക്വേഷണൽ ഡിവിഷൻ, സൊമാറ്റോജെനിസിസ് എന്നെല്ലാം മൈറ്റോസിസ് അറിയപ്പെടുന്നുണ്ട്. മൈറ്റോസിസ് സെൽ ഡിവിഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ് ഈ മൈറ്റോസിസ്. കണ്ടിന്യൂസ് പ്രോസസ്. Each new formed cell passes through a cycle called cell cycle. അപ്പൊ ഈ ഇതെല്ലാം ഓരോരോ സൈക്ലിക് ഇവന്റ്സ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ഒരു പ്രോസസ്സ് അടുത്ത സൈക്കിളിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷനിൽ. ആൻഡ് നെക്സ്റ്റ് ഡിവിഷൻ ഇസ് മിയോട്ടിക് ഡിവിഷൻ. മിയോട്ടിക് ഡിവിഷൻ ഇസ് ഓൾസോ നോൺ ആസ് റിഡക്ഷൻ ഡിവിഷൻ. എന്താ പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ. മിയോട്ടിക് ഡിവിഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദി, എവിടെയാ പറയുന്ന മുന്നേ പറഞ്ഞ പോലെ സൊമാറ്റിക് സെൽസ് അല്ല, ഇത് റീപ്രൊഡക്റ്റീവ് സെൽസിൽ അല്ലെങ്കിൽ ജേം സെൽസ്, മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് മാത്രം നടക്കുന്നതാണ് ഇത് മിയോട്ടിക് ഡിവിഷൻ. അപ്പൊ ഈ ആസ് എ റിസൾട്ട് ഓഫ് മിയോട്ടിക് ഡിവിഷൻ വി ഗെറ്റ് ഹാപ്ലോയിഡ് സെൽസ്. ഹാപ്ലോയിഡ് സെൽസിനാണ് കിട്ടുന്നത്. അപ്പം ദാറ്റ് ഹാപ്ലോയിഡ് സെൽസ് ആണ് നോൺ ആസ് ഗാമേറ്റ്സ്. മിയോസിസ്. അപ്പൊ ഈ ക്രോമസോം നമ്പർ റീസ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവിഷൻ ആണ് മിയോട്ടിക് ഡിവിഷൻ. ഓക്കെ. പ്രോസസ് ഓഫ് മിയോട്ടിക് ഇൻ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ഇറ്റ് ഇസ് sorry, not continuous, discontinuous. Process meiosis may be discontinuous. ചില കേസിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. Then we can see the phases of cell cycles. അപ്പൊ സെൽ സൈക്കിള് ഞാൻ പറഞ്ഞു, സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, DNA റിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഇവന്റ്സ് അത്രയും ഇങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഓരോരോ ഓർഗാനിസത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. സെൽ സൈക്കിൾ വേരീസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഓർഗാനിസംസ് ആൻഡ് സെൽ ടൈപ്സ്. ഓക്കെ. അപ്പം ഫോർ ഇൻ കേസ് ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ 24 hours ഉണ്ടാണ് ഒരു ഹ്യൂമൻ സെൽ സൈക്കിൾ, ഒരു ആവറേജ് സെൽ സൈക്കിൾ ഒക്കെ നടക്കുന്നത്. സ്ഥാനത്ത് അങ്ങനെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലൊക്കെ ആണെങ്കിൽ ഇതിന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലൊക്കെ അല്ലെങ്കിൽ മിനിറ്റ്സുകളിൽ ഈ സെൽ സൈക്കിള് ഒക്കെ ചെയ്യും. സെൽ സൈക്കിൾ എന്ന് പറയുന്നത് രണ്ട് ബേസിക് ഫേസസ് ആണ് അതിനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇന്റർഫേസ് ആൻഡ് സെക്കൻഡ് വൺ എം ഫേസ്. ഇന്റർഫേസ് ഉണ്ട്, എം ഫേസസ് ഉണ്ട്. ദീസ് ആർ ദി 2 stages ഓഫ് സെൽ സൈക്കിൾ. ഓക്കെ. 2 stages എന്ന് പറയുന്നത് ഇന്റർഫേസ്. അപ്പൊ ഇന്റർഫേസിൽ എന്താ നടക്കുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 സക്സസീവ് എം ഫേസുകളുടെ ഇടയിൽ കാണുന്നതാണ് ഇന്റർഫേസ്. അപ്പൊ ഈ എം ഫേസ്, ഇന്റർഫേസ് എന്ന് പറയുന്നത് അവിടെ എന്താ നടക്കുന്നത്? സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, DNA റിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, DNA റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA സിന്തസിസ് നടക്കുന്നുണ്ട് ഇൻ ഇന്റർഫേസ്. ഓക്കെ. ആൻഡ് എം ഫേസിലോ അവിടെയാണ് ആക്ച്വലി സെൽ ഡിവിഷൻ നടക്കുന്നത്. എം ഫേസിലാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഇന്റർഫേസിന് ഇനി എത്ര ഇന്റർഫേസ് it is also known as it has got 3 phases. ഇന്റർഫേസിന് 3 ഫേസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് G1 phase, gap 1 phase. gap 1 phase. അപ്പം ഇത് is an interval between mitosis and DNA replication. ഇന്റർഫേസ് ബിറ്റ്വീൻ 2 സീക്വൻഷ്യൽ എം ഫേസുകൾക്കിടയിൽ കാണുന്നതാണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഇപ്പൊ G1 phase എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദി പ്രീവിയസ് മൈറ്റോസിസ് ആൻഡ് നെക്സ്റ്റ് സൈക്കിൾ ഓഫ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ സെൽ സൈക്കിളിൽ നടക്കുന്ന സമയത്ത് നടക്കുന്നതാണ്. അപ്പം ഈ G1 phase എന്ന് പറയുന്നത് ബയോളജിക്കലി ആക്റ്റീവ്, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സമയമായിരിക്കും ഇത്. ഓക്കെ. ആൻഡ് ഇറ്റ് പ്രിപ്പയർസ് ദ മെഷീനറി ഫോർ DNA replication.
സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. അപ്പൊ RNAയും പ്രോട്ടീനും സിന്തസൈസ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? G1 ഫേസിലാണ് സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. ഇമ്പോർട്ടന്റ് ആണ് സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. ഇനി അടുത്തതാണ് സിന്തറ്റിക് ഫേസ്. അപ്പൊ ഈ സിന്തറ്റിക് ഫേസ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് S phase. ഇവിടെ this is the longest phase ആണ്. Here the DNA replication takes place. എന്ന് വെച്ചാൽ ഇവിടെ സിന്തറ്റിക് ഫേസിൽ സെൽസിന്റെ DNA ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽസ് ഡബിൾ. ഓക്കെ, ക്രോമസോം നമ്പർ കൂടുന്നില്ല, ഓൺലി ദ സെൽസ് DNA വിൽ ബി ഡബിൾഡ്. ഓക്കെ, DNA മാത്രമേ ഡബിൾ ചെയ്യുന്നുള്ളൂ. ആനിമൽ സെൽസിൽ replication in animal cells, replication begins in the nucleus and the centriole duplicates in the cytoplasm. Replication nucleus നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് centriole ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. എവിടെയാണ്? സൈറ്റോപ്ലാസത്തിൽ. ഓക്കെ, ദാറ്റ് വി ക്യാൻ സീ ഇൻ ദി സിന്തറ്റിക് ഫേസ് ഓർ S phase. ഇനി അടുത്തത് G2 phase or also known as gap 2 phase. അപ്പം ഇത് സെക്കൻഡ് ഫേസ്. ഇവിടെ സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുകയാണ്. സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ് അവിടെ തുടങ്ങി, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഗ്യാപ് 2 ഫേസിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. ചില സെൽസ് ഒന്നും ഇവിടെ ഡിവൈഡ് ചെയ്യാതെ ഇരിക്കും. അപ്പം അതെല്ലാം ഇങ്ങനെ G2 ഫേസിൽ ഇങ്ങനെ സം ഓഫ് ദ സെൽസ് മേ ബി ഇൻ ദി നോൺ ഡിവൈഡിങ് സ്റ്റേറ്റിൽ കാണാൻ പറ്റും. ഇഞ്ചേർഡ് അല്ലെങ്കിൽ ഡെഡ് സെൽസ്, ഇനാക്റ്റീവ് സെൽസ് ഒക്കെ അങ്ങനെ കാണാൻ പറ്റും. അതായത് അവിടെ ഇത് കഴിഞ്ഞാൽ G2 ഫേസ് കഴിഞ്ഞാൽ സെൽ വിൽ ബി പ്രിപ്പയർഡ് ഫോർ മൈറ്റോസിസിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തതാണ് M ഫേസ്. ഇസ് ഓൾസോ നോൺ ആസ് എന്താണ്? മൈറ്റോട്ടിക് ഫേസ്. അപ്പൊ ഈ സ്റ്റേജ് അല്ലെങ്കിൽ ദിസ് ഫേസ് ഇസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ആക്ച്വൽ സെൽ ഡിവിഷൻ ടേക്സ് പ്ലേസ്. ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്നത് ഇവിടെയാണ്. അപ്പം ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ലാസ്റ്റിംഗ് ഓൺലി ഫോർ അബൌട്ട് an hour. പിന്നെ എം ഫേസ് ഇൻക്ലൂഡ്സ്. എം ഫേസിൽ എന്താ ഉള്ളത്? എന്താ നടക്കുന്നത്? കാരിയോകൈനസിസ് നടക്കുന്നുണ്ട്, സൈറ്റോകൈനസിസ് നടക്കുന്നുണ്ട്. അപ്പൊ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ കാരിയോ മീൻസ് ന്യൂക്ലിയസ്. അപ്പൊ കാരിയോകൈനസിസ് ഡ്യൂറിങ് എം ഫേസ് ന്യൂക്ലിയർ ഡിവിഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. ആൻഡ് സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. അപ്പൊ എം ഫേസിലാണ് കാരിയോകൈനസിസും സൈറ്റോകൈനസിസും നടക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. ക്ലിയർ? ദെൻ അപ്പം എം ഫേസിൽ the cells which do not divide further exit G1 phase and enter an active stage called quiescent state or G0 phase. Okay, അപ്പൊ അത് G0 phase പാസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. Then mitosis. മൈറ്റോസിസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ the cell division occurs in the എവിടെയാണ് നടക്കുന്നത്? സൊമാറ്റിക് സെൽസ്. ഇക്വേഷൻ ഡിവിഷൻ ആണ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഇക്വേഷൻ ക്രോമസോം നമ്പർ പാരന്റിൽ എത്രയാണോ ഉള്ളത് അത്ര തന്നെയായിരിക്കും ഓഫ്സ്പ്രിംഗ് അല്ലെങ്കിൽ പ്രോജനിയിൽ ഉണ്ടാവുന്നത്. അപ്പം ഇത് സാധാരണ ഡിപ്ലോയിഡ് സെൽസിലാണ് നടക്കുന്നത്. ഓക്കെ, സോഷ്യൽ ഇൻസെക്ട്സ് ഹാപ്ലോയിഡ് സെൽസിൽ കാണുന്നുണ്ട്. പിന്നെ മൈറ്റോസിസിൽ കാരിയോകൈനസിസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് അല്ലേ? അപ്പം കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഈ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസസ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത്? 4 സ്റ്റേജസിലാണ്. ഓക്കെ, ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ 4 സ്റ്റേജസ്. അത് ഏതൊക്കെയാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇമ്പോർട്ടന്റ് ആണ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അപ്പൊ അതിൽ ആദ്യത്തേത് നോക്കാം, പ്രോഫേസ്. പ്രോഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ഫേസ് ഇൻ മൈറ്റോസിസ്. മൈറ്റോസിസിലെ തന്നെ ലോങ്സ്റ്റ് ഫേസ് ആണ് പ്രോഫേസ്. ഇവിടെ ദാറ്റ് ഈസ്
ക്രോമാറ്റിൻ എല്ലാം അൺടാങ്കിൾ ചെയ്തിട്ട് കിടക്കുന്ന കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് കാണാൻ പറ്റും. ക്രോമസോംസ് ഒക്കെ ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ക്രോമാറ്റിൻസ് ഒക്കെ നല്ല വിസിബിൾ ആയിരിക്കും. സെൻട്രോമിയറിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണാൻ പറ്റുന്നതാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ന്യൂക്ലിയോലസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗെ മെംബ്രെയിൻ, അങ്ങനെയുള്ള ഗോൾഗെ ബോഡീസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ, അതെല്ലാം ഇങ്ങനെ ഡിസപ്പിയർ ചെയ്ത് പോവാനായിട്ട് കാണാം പ്രോഫേസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തേത് ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഒരുമിച്ച് ഒറ്റ ടൈം നടക്കുന്നതല്ല, ലോങ്ങസ്റ്റ് ഫേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഫേസിൽ സംഭവിക്കുന്നത്. അപ്പം ഇതെങ്ങനെ രണ്ട് സ്റ്റേജസിലായിട്ട് നടക്കും. ഒന്ന് ഏർലി പ്രോഫേസ്, പിന്നെ ഒന്ന് ലേറ്റ് പ്രോഫേസ്. ഓക്കെ, ഏർലി പ്രൊഫേസിലാണ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് നടക്കുന്നത്. പിന്നെ ലേറ്റ് പ്രൊഫേസിൽ ഈ കണ്ടൻസേഷൻ കണ്ടിന്യൂസ് ചെയ്യും. അപ്പം ആനിമൽ സെൽസിലാണെങ്കിൽ സെൻട്രിയോള് എങ്ങനെയാണ് മൂവ് ടു ദി ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. സ്പിൻഡിൽ അതായത് ഫൈബേഴ്സ് ഫോം ചെയ്യാൻ പോവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റാഫേസ്. അപ്പൊ അവിടെ ഈ ന്യൂക്ലിയർ എൻവലപ്പ് അടുത്ത സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എങ്ങനെയാ ജോയിൻ ചെയ്ത് സെൻട്രോമിയർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എത്രണ്ണം ഉണ്ടാവും സിസ്റ്റർ ക്രോമാറ്റിഡ്സ്? ദ വിൽ ബി ഹാവിങ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പം കണ്ടൻസേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട്. അപ്പൊ ഈ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആർ ജോയിൻഡ് ബൈ ദി സെൻട്രോമിയർ. സെൻട്രോമിയറുമായിട്ട് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ അല്ലെങ്കിൽ സെന്ററിൽ ക്രോമസോംസ് കം ആൻഡ് ലൈ അറ്റ് ദി ഇക്വേറ്റർ. കണ്ടില്ലേ പറഞ്ഞിരിക്കുന്നത്, കം ടു ലൈ അറ്റ് ദി ഇക്വേറ്റർ. ദ പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് ഓഫ് ക്രോമസോംസ് അറ്റ് മെറ്റാഫേസ് ഇസ് കോൾഡ് മെറ്റാഫേസ് പ്ലേറ്റ്. അപ്പൊ ഈ ക്രോമസോംസ് എല്ലാം ഈ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അല്ലെങ്കിൽ മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് മെറ്റാഫേസിൽ കാണുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സ് ഫ്രം ബോത്ത് പോൾസ് ആർ കണക്റ്റഡ് ടു ക്രോമാറ്റിഡ്സ് ബൈ കൈനറ്റോകോർസ് ഇൻ ദി സെൻട്രോമിയർ. ഓക്കെ, അപ്പൊ അതാണ് മെറ്റാഫേസ്. ക്രോമസോംസ് ഒക്കെ സെന്ററിൽ അല്ലെങ്കിൽ ഇക്വേറ്ററിൽ അവിടെ അലൈൻ ചെയ്തിട്ട് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് അനാഫേസ്. അനാഫേസ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഫേസ്. അപ്പൊ ഏതാണ് ഷോർട്ടസ്റ്റ് ഫേസ്? അനാഫേസ്. ഇവിടെ സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിവൈഡ്സ് ലോഞ്ചിറ്റ്യൂഡിനലി റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് 2 ഡോട്ടർ ക്രോമാറ്റിഡ്സ്. കണ്ടില്ലേ, ഇപ്പൊ 2 ഡോട്ടർ ക്രോമാറ്റിഡ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്രോമസോംസ് ഓഫ് ഫ്യൂച്ചർ ഡോട്ടർ ന്യൂക്ലിയർ. ഇപ്പൊ 2 ഡോട്ടർ ക്രോമാറ്റിഡ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, as a result, the spindle fibers contract and chromatids move towards the opposite poles. പിന്നെ അടുത്തതാണ് ടീലോഫേസ്. ടീലോഫേസ് എന്ന് പറയുന്നത് അനാഫേസ് കഴിഞ്ഞാൽ ടീലോഫേസ് ആണ്. ക്രോമസോംസ് അവിടെ ഡീകണ്ടൻസേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ക്രോമസോംസ് ഡീകണ്ടൻസ് ചെയ്യാൻ പോവാണ് ടീലോഫേസിൽ നടക്കുന്നത്. അതായത് ക്രോമസോം ക്ലസ്റ്റേഴ്സ് അറ്റ് ഓപ്പോസിറ്റ് പോൾസ് അൺകോയിൽ ടു ഫോം ക്രോമാറ്റിൻ ഫൈബർ. കണ്ടില്ലേ, ക്രോമാറ്റിൻ ഫൈബർ ആയി വരികയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾസ് അറൌണ്ട് ദി ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ അസംബിൾ ചെയ്യും. 2 ഡോട്ടർ ന്യൂക്ലിയ ഫോംഡ്. ഗോൾഗെ ന്യൂക്ലിയോളസ്, ഗോൾഗെ കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതെല്ലാം റീഅപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ് ടീലോഫേസ് ആകുമ്പോൾ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് എപ്പോഴും ഡിവൈഡിങ് സ്റ്റേജ് അല്ലെങ്കിൽ മെറ്റാഫേസിൽ അനാഫേസിലൊക്കെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ടീലോഫേസ് ആകുമ്പോഴത്തേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ഡിസപ്പിയർ ചെയ്യും. പിന്നെ ആദ്യം ഡിസപ്പിയർ ചെയ്ത ഈ ഓർഗനൽസ്, ന്യൂക്ലിയോളസ്, ഗോൾഗെ കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങനെയുള്ളതൊക്കെ റീഅപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്യൂറിങ് ടീലോഫേസ്. ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് അപ്പൊ അതാണ് ടീലോഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കേണ്ടത്? സൈറ്റോകൈനസിസ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റോകൈനസിസ് നടക്കണം. സൈറ്റോകൈനസിസ്, ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് 2 ഡോട്ടർ സെൽസ്. അപ്പോഴാണ് 2 ഡോട്ടർ സെൽസ് ആവുള്ളൂ.
അപ്പം ഈ ടീലോഫേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈറ്റോകൈനസിസ് നടക്കാൻ വേണ്ടി റെഡിയാവും. അപ്പൊ സൈറ്റോകൈനസിസ് ആനിമൽ സെൽസിലാണെങ്കിൽ ക്ലീവേജ് ഫറോ ഈസ് അപ്പിയർഡ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ക്ലീവ് ചെയ്യ തുടങ്ങും. ഇറ്റ് ഗ്രാജുവലി ഡീപ്പൻസ് ആൻഡ് ജോയിൻഡ് ഇൻ ദ സെന്റർ ഓഫ് ദി ഡിവൈഡിങ് സൈറ്റോപ്ലാസം ഇൻ ടു. ഓക്കെ, അങ്ങനെ സൈറ്റോപ്ലാസ്റ്റിനെ ഇങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ ക്ലീവ് ചെയ്ത് വന്നിട്ട് സെൽ ഇങ്ങനെ രണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സൈറ്റോകൈനസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെൽ വാൾ ഉണ്ട്. അതുകൊണ്ട് ആനിമൽ സെൽസിലും പോലെയല്ല ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ്? പ്ലാന്റ് സെൽസിൽ ദ വെസിക്കിൾസ് formed from the Golgi complex accumulate at the equator and grows outward and meet they fuse to form. അവിടെ എന്താ ഫോം ചെയ്യുന്നത്? സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നു. സെൽ പ്ലേറ്റ് ഇറ്റ് സെപ്പറേറ്റ്സ് ടു ഡോട്ടർ സെൽസ്. അപ്പൊ ഈ സെൽ പ്ലേറ്റ് പിന്നെ മിഡിൽ ലാമെല്ല ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സെൽ പ്ലേറ്റ് ഇസ് ഫോമിങ്, ലേറ്റർ ഇറ്റ് ബിക്കംസ് മിഡിൽ ലാമെല്ല. പ്ലാന്റ് സെൽസിലും ആനിമൽ സെൽസിലുമുള്ള വ്യത്യാസം. അപ്പൊ ഈ പിന്നെ അങ്ങനെ സൈറ്റോകൈനസിസ് നടന്നു കഴിഞ്ഞാൽ ഓർഗനൽസ് എല്ലാം രണ്ട് ഡോട്ടർ സെൽസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിലും മോസ്റ്റ്ലി കാരിയോകൈനസിസ് കഴിഞ്ഞ് സൈറ്റോകൈനസിസ് നടക്കും. എന്നാൽ ചില കേസിൽ കാരിയോകൈനസിസ് ഇസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ഇൻസൈറ്റിയം ലിക്വിഡ് എൻഡോസ്പേംസിലൊക്കെ നടക്കുന്നതാണ്. അതപ്പോൾ അവിടെ ദാറ്റ് ഈസ് സെൽ ഡിവിഷൻ നടന്നിട്ടുണ്ടാവും, ന്യൂക്ലിയർ ഡിവിഷൻ നടന്നിട്ടുണ്ടാവും, പിന്നെ ദാറ്റ് ഈസ് സൈറ്റോകൈനസിസ് നടന്നിട്ടുണ്ടാവില്ല. ക്ലിയർ? നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിസ് എന്ന് പറയുന്നത് ഇവിടെ ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇക്വേഷണൽ ഡിവിഷൻ ആണ്, ക്രോമസോം നമ്പർ സെയിം ആണ്, ഐഡന്റിക്കൽ ജീനോം ആണ് കാണുന്നത്. അപ്പൊ ആസ് എ റിസൾട്ട് ദിസ് മൈറ്റോസിസ് നടക്കുന്നതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ ദ സെയിം ക്രോമസോം നമ്പർ ഇൻ ഓൾ സൊമാറ്റിക് സെൽസ്. എല്ലാത്തിലും സെയിം നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം നമ്പർ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ബോഡി ഗ്രോത്ത് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അപ്പൊ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, അതായത് മൈറ്റോസിസ് നടക്കുന്നുണ്ട്. അപ്പൊ ഗ്രോത്ത് സെൽ ഡിവൈഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഗ്രോത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. മൈറ്റോസിസ് ഇൻ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഹെൽപ്സ് ഇൻ ദി കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദ ലൈഫ്. മെറിസ്റ്റമാറ്റിക് സെൽസ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് അല്ലെ. അപ്പൊ അവിടെ ഇങ്ങനെ മൈറ്റോസിസ് നടക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റിന്റെ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. ഇറ്റ് റീസ്റ്റോർസ് ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഒക്കെ റീസ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സെൽ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ്. Division of diploid germ cells that reduces chromosome number by half, resulting in the production of haploid daughter cells. ജേം സെൽസിലാണെങ്കിൽ ഹാപ്ലോയിഡ്. അപ്പൊ ഇത് ഗാമറ്റോജെനിസിസ് സമയത്താണ് നടക്കുന്നത്. ഇനി അപ്പൊ മിയോസിസില് എന്താണ്? Here it is the division of diploid germ cells that reduces the chromosome number by half. അപ്പൊ അങ്ങനെ ഹാഫ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിഡക്ഷൻ ഡിവിഷൻ, മിയോട്ടിക് ഡിവിഷൻ ഓർ റിഡക്ഷൻ ഡിവിഷൻ. അപ്പൊ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മിയോസിസ് എന്താ ഉണ്ടാവുന്നത്? ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഫോമിംഗ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ് ആണ് ഉണ്ടാവുന്നത് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗാമറ്റോജെനിസിസ് സമയത്താണ് ഇത് നടക്കുന്നത്. മിയോസിസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാമറ്റോജെനിസിസ്. അപ്പൊ മിയോസിസ് എന്ന് പറയുന്നത് അതിനെന്താണ് റോള്? ഇറ്റ് ഹാസ് ഗോട്ട് എ റോൾ ഓഫ് പ്രിസർവിംഗ് ക്രോമസോം നമ്പർ. എല്ലാ സ്പീഷീസിലും ഒരേ നമ്പർ ക്രോമസോംസ് ആയി കാണുന്നത് ഈ മിയോസിസ് നടക്കുന്നതുകൊണ്ടാണ്. ഇറ്റ് ഓൾസോ, പിന്നെ മാത്രമല്ല ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവുന്നത്, ജനറ്റിക് വേരിയേഷൻ അല്ലെ, അല്ലെങ്കിൽ ഡിസബിലാരിറ്റീസ് ഒക്കെ നടക്കുന്നത് മിയോസിസ് നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മിയോസിസ് തന്നെ ഇറ്റ് ഇൻവോൾവ്സ് 2 cycles, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ഓൺലി എ സിംഗിൾ സൈക്കിൾ ഓഫ് DNA. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അപ്പൊ 2 സീക്വൻഷ്യൽ സെൽ ഡിവിഷൻ ആണ് നടക്കുന്നത്.
പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോമും റീകോമ്പിനേഷനും എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 അതില് എസ് ഫേസ് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴാണ്? ബിഫോർ മിയോസിസ് വണ്ണിന് മുന്നേ എസ് ഫേസ് നടക്കുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? എസ് ഫേസില് DNA ഡ്യൂപ്ലിക്കേഷൻ, പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ് നടക്കുന്നുണ്ട്. പിന്നെ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്, ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അപ്പൊ അതില് ആദ്യം മിയോസിസ് 1 എന്താന്ന് നോക്കാം. മിയോസിസ് 1 എന്ന് പറയുന്ന അതിലുള്ള സ്റ്റെപ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. മിയോസിസ് 2 ഇതേപോലെ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. അപ്പൊ മിയോസിസ് 1 പറഞ്ഞു പ്രോഫേസ് 1. പ്രോഫേസ് 1 ഇവിടെ പ്രോഫേസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹിയർ ലോങ്ങർ ആണ്, മോർ കോംപ്ലെക്സ് ആണ് പ്രോഫേസ് 1. അപ്പൊ ഈ പ്രോഫേസ് 1 ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു, അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് 5 ഫേസസ് ബേസ്ഡ് ഓൺ ദി ക്രോമസോമൽ ബിഹേവിയർ. ക്രോമസോമൽ ബിഹേവിയർ അനുസരിച്ചിട്ട് ഇത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 സ്റ്റേജസ് കാണാൻ പറ്റും. ആദ്യത്തേതാണ് ലെപ്റ്റോട്ടിൻ. ലെപ്റ്റോട്ടിൻ സ്റ്റേജ്, ലെപ്റ്റോനീമ. ലെപ്റ്റോട്ടിൻ എന്ന് പറയുന്നത് ഇവിടെ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ബിക്കം ലോങ് സ്ലെൻഡർ ക്രോമസോംസ്, അതായത് നല്ല വലുപ്പത്തില് ന്യൂക്ലിയസ് ഒക്കെ എൻലാർജ് ചെയ്തിട്ട് ക്രോമസോംസ് ഒക്കെ ഇങ്ങനെ കണ്ടൻസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് പോലെ കാണാൻ പറ്റും. ഓക്കെ, ലെപ്റ്റോട്ടിൻ. നെക്സ്റ്റ് സ്റ്റേജ് ആണ് സൈഗോട്ടിൻ. സൈഗോട്ടിൻ ഇമ്പോർട്ടന്റ് ആണ്. സൈഗോട്ടിൻ അവിടെ എന്താ നടക്കുന്നത്? ഹോമോലോഗസ് പെയറിംഗ്. ഹോമോലോഗസ് പെയറിംഗ് അല്ലെങ്കിൽ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് നടക്കുന്നത് സൈഗോട്ടിൻ. ഇമ്പോർട്ടന്റ് ആണ് സൈഗോട്ടിൻ. ക്രോമസോംസ് ബിക്കം മോർ കണ്ടൻസ്ഡ് ആയിരിക്കുന്നു. സിമിലർ ക്രോമസോംസ് സ്റ്റാർട്ട് പെയറിംഗ്. അത് തന്നെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. സിനാപ്സിസ്. അപ്പൊ ഈ സിനാപ്സിസ് നടക്കുന്നത് എങ്ങനെയാണ്? ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം. ദാറ്റ് കോംപ്ലക്സ് ഇസ് നോൺ ആസ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഓക്കെ, സിനാപ്സിസ് ഡ്യൂറിംഗ് സിനാപ്സിസ് അല്ലെങ്കിൽ പെയറിംഗ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഈ പെയർഡ് ക്രോമസോംസിനെയാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഈച്ച് പെയർ ഹോമോലോഗസ് ക്രോമസോംസ് ആർ കോൾഡ് ബൈവലന്റ്. എന്താ പറയുന്നത്? ഓരോ പെയറും ഈ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഓരോ പെയറിനെയും പറയുന്നത് ബൈവലന്റ് അല്ലെങ്കിൽ ടെട്രാവാലന്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ക്ലിയർ? സൈഗോട്ടിൻ. ഈ സ്റ്റെപ്സ് ഇമ്പോർട്ടന്റ് ആണ്. 5 സ്റ്റെപ്സും അതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി പഠിച്ചേക്കുക. ഇതിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. The next, പാക്കറ്റീൻ. പാക്കറ്റീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോങ്ങർ ഫേസ് ആണ്. ബൈവലന്റ് ക്രോമസോംസ് ദേ സ്പ്ലിറ്റ് ഇൻ ടു സിമിലർ ക്രോമാറ്റിഡ്സ്. അപ്പൊ അതായത് ഇവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അപ്പം ക്രോസിംഗ് ഓവർ ആൻഡ് സ്റ്റേജ് ഇവിടെ ഇങ്ങനെ സിമിലർ ബൈവാലൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ടെട്രാഡ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ടെട്രാഡ് ഫോം ചെയ്യുന്നു. ദിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി അപ്പിയറൻസ് ഓഫ് recombination nodules. Appearance of recombination nodules at which the crossing over occurs. അവിടെയാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് of two homologous chromosome with the help of enzyme recombinase. ക്രോസിംഗ് ഓവറിനെ സഹായിക്കുന്ന എൻസൈം ഏതാണ്? recombinase. ക്രോസിംഗ് ഓവർ എവിടെയാണ് നടക്കുന്നത്? ഏത് സ്റ്റെപ്പിലാണ് നടക്കുന്നത്? പാക്കറ്റീൻ. ആൻഡ് നെക്സ്റ്റ് ക്യാൻ സി ഡിപ്ലോട്ടിൻ. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ക്രോസിംഗ് ഓവർ ഒക്കെ നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ടാവുന്നു നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഒക്കെ ഡിസോൾവ് ചെയ്തു. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഡിപ്ലോട്ടിൻ. recombined homologous chromosomes, the bivalent, ഈ bivalent ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട്
എന്നിട്ട് എന്തായി മാറുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. എവിടെ ഒഴിച്ച്? ഈ ക്രോസിംഗ് ഓവർ സൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ആവാതെ ഇങ്ങനെ കിടക്കുന്ന ആ ക്രോസ് ഓവർ സൈറ്റിനെയാണ് കയാസ്മാറ്റ എന്ന് പറയുന്നത്. ദീസ് ആർ എക്സ് ഷേപ്പ് സ്ട്രക്ചർ. ഇമ്പോർട്ടന്റ് ആണ്. കയാസ്മാറ്റ എവിടെയാണ് കാണുന്നത്? ഡിപ്ലോട്ടീനിൽ. കയാസ്മാറ്റ ഡിപ്ലോട്ടീൻ. ഡിപ്ലോട്ടീൻ in sites അവിടെ എല്ലാം it can last for about month or years. And next stage, diakinesis or terminalization of chiasmata. Important ആണ് diakinesis. Diakinesis. അപ്പൊ അവിടെ ഫ്ലൂയോളസ് ഒക്കെ ഡിസപ്പിയർ ചെയ്തു, കയാസ്മാറ്റ സെപ്പറേറ്റ് ചെയ്തു, ന്യൂക്ലിയർ എൻവലപ്പ് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ. കയാസ്മാറ്റ യുടെ ടെർമിനലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ് ആ സ്റ്റേജ്. Then next is metaphase 1. Metaphase 1, അപ്പൊ അവിടെ സ്പിൻഡിൽ ഫോർമേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ക്രോമസോംസ് ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്തിരിക്കും. മെറ്റാഫേസിന്റെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്രോമസോംസ് ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്തിരിക്കും. മൈക്രോട്യൂബ്യൂൾസ് ഫ്രം ദി സ്പിൻഡിൽസ് അറ്റാച്ച് ടു ദി പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഓക്കെ, മെറ്റാഫേസ്. Then next അനാഫേസ് 1. അനാഫേസ് 1 എങ്ങനെയായിരുന്നു? അനാഫേസ് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഹോമോലോഗസ് ക്രോമസോംസ് ഇവിടെ മെറ്റാഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെന്ററിന്ന് അതങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കും. സെപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ സിസ്റ്റോക്രോമാറ്റിഡ്സ് ആണെങ്കിൽ they remain closely associated to the centromere. ഓക്കെ, മൈറ്റോസിസ് എന്നുള്ള വ്യത്യാസം അതാണ്. ഇൻ കോൺട്രാസ്റ്റ് ടു മൈറ്റോസിസ് എന്താ അവിടെ നടക്കുന്നത്? സിസ്റ്റോക്രോമാറ്റിഡ്സ് ഇൻ മിയോസിസ് they will be connected. എങ്ങനെയാണ്? കണക്ട് ചെയ്തിട്ട് കിടക്കും. ഓക്കെ, സിസ്റ്റോക്രോമാറ്റിഡ്സ് remain associated at the centromere during anaphase 1. ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ടീലോഫേസ് 1. ടീലോഫേസ് 1 എന്താ നടക്കുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ and the nucleolus reappear. Nuclear membrane, nucleolus reappear ചെയ്യുന്നു. 2 haploid autonuclei form ചെയ്യുന്നു. Okay, and this is called a dyad. Dyad formation ആണ് ടീലോഫേസ് 1 നടക്കുന്നത്. After this cytokinesis നടക്കുന്നു. Cytokinesis നടക്കുന്നു after a short interphase. Okay, cytokinesis നടക്കുന്നു. And it is followed by meiosis 2. Meiosis 2 കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. Okay, this short stage between two meiotic division is known as interkinesis. എന്തെന്നാ പറയുന്നത്? എവിടെയാണ് interkinesis നടക്കുന്നത്? രണ്ട് മിയോട്ടിക് ഡിവിഷനുകളുടെ ഇടയിലുള്ള ആ ഷോർട്ട് സ്റ്റേജിനെയാണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. DNA റിപ്ലിക്കേഷൻ നടക്കുന്നില്ല ഡ്യൂറിംഗ് ദിസ് ടൈം. അപ്പൊ നമുക്ക് മിയോസിസ് 2 എങ്ങനെയാണെന്ന് നോക്കാം. മിയോസിസ് 2 എന്ന് പറയുന്നത് ഒന്നുമില്ല. അപ്പൊ ഈ മിയോസിസ് ഇന്റർകൈനസിസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ റിപ്ലിക്കേഷൻ ഓഫ് DNA നടക്കാത്ത സ്റ്റേജിനെയാണ് മിയോസിസ് 2 എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മോർ ഓർ ലൈക്ക് സിമിലർ ടു മൈറ്റോസിസ്. ഓക്കെ, റിസംബിൾസ് മൈറ്റോസിസ് എന്ന് വെച്ചാല് ഹാപ്ലോയിഡ് സെല്ലിൽ നിന്ന് 2 ഹാപ്ലോയിഡ് സെൽസ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഹാപ്ലോയിഡ് സെൽസ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓരോ ഹാപ്ലോയിഡ് സെല്ലിൽ നിന്ന് 2 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവുന്നു. അതായത് മൈറ്റോസിസ് നടക്കുന്ന ഇങ്ങനെ ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് 2 ഡിപ്ലോയിഡ് സെൽസ് ഉണ്ടാവുന്നില്ലേ? അപ്പം അതുപോലെ തന്നെ ഇവിടെ മിയോസിസ് 2 ഫ്രം ഈച്ച് ഹാപ്ലോയിഡ് സെൽ വി ആർ ഗെറ്റിംഗ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫോമിങ് 2 more ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ 4 ഹാപ്ലോയിഡ് സെൽസ് ഫോമിങ് ഫ്രം എ സിംഗിൾ ഡിപ്ലോയിഡ് സെൽ. ഓക്കെ, സിംഗിൾ ഡിപ്ലോയിഡ് സെൽ എന്ന് എത്ര ഉണ്ടാവുന്നത്? 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോമിങ് ഫ്രം എ സിംഗിൾ ഡിപ്ലോയിഡ് സെൽ ആഫ്റ്റർ ബോത്ത് മിയോട്ടിക് ഡിവിഷൻസ്. ക്ലിയർ? അപ്പൊ അതാണ് ഇവിടെ പ്രത്യേകത. ഓക്കെ, ദെൻ പ്രോഫേസ് 2 അവിടെ എന്തെന്നാ നടക്കുന്നത്? ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സൈറ്റോകൈനസിസ്. അപ്പൊ ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഡിസപ്പിയർ ചെയ്യും. പക്ഷെ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ഇങ്ങനെ ഇല്ലാതായി പോവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെറ്റാഫേസ് 2 മെറ്റാഫേസ് 2 എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഹിയർ ദി ക്രോമസോംസ് അലൈൻ അറ്റ് ഇക്വേറ്ററിൽ ഇങ്ങനെ അലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം മൈക്രോട്യൂബ്യൂൾസ് ഈ ഓപ്പോസിറ്റ് പോൾസിലുള്ള മൈക്രോട്യൂബ്യൂൾസ്
from the opposite poles of the spindle get attached to the kinetochore of sister chromatids. Okay, attached to the kinetochore of sister chromatids. The next is anaphase 2. Anaphase 2-ല് എന്താ നടക്കുന്നത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്യുന്നു, അതായത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോൾസിൽ അലൈൻ ചെയ്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. That we can see in anaphase 2. Then what we can see in telophase 2. Telophase 2-ൽ എന്താ നടക്കുന്നത്? Here the nuclear membrane, nuclear envelope. Again, that is the two groups of chromosomes once again get enclosed by a nuclear envelope. കണ്ടില്ലേ, ന്യൂക്ലിയർ എൻവലപ്പ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് സൈറ്റോകൈനസിസ് follows resulting in the formation of tetrads of cells. അപ്പൊ 4 ഡോട്ടർ സെൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 4 ഡോട്ടർ സെൽസ് സൈറ്റോകൈനസിസ് നടന്നു കഴിഞ്ഞാൽ that will results in the formation of 4 haploid daughter cells. 4 haploid daughter cells. അതിനെയാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ആഫ്റ്റർ telophase 2 ടെട്രാഡ് ഉണ്ടാവുന്നു. Then significance of meiosis. Significance of meiosis. അപ്പൊ meiosis എന്ന് പറഞ്ഞാൽ it conserves the chromosome number of each species. ഓരോ സ്പീഷ്യസിലും ക്രോമസോം നമ്പർ കൺസേർവ് ചെയ്യുന്നു. പിന്നെ it causes genetic variation. ക്രോസിംഗ് ഓവർ നടക്കുന്നതുകൊണ്ട് ജനറ്റിക് വേരിയേഷൻ നടക്കുന്നുണ്ട്. അപ്പം it is important for evolution. ക്ലിയർ? അപ്പൊ അത്രയേ ഉള്ളൂ അബൌട്ട് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇതില് ഞാനിപ്പം സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ പഠിച്ചേക്കുക, കൃത്യമായി പഠിച്ചേക്കുക, തെറ്റുകൂടാതെ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ സെൽ ഡിവിഷൻ, അപ്പൊ ഇതില് സെൽ സൈക്കിള് എങ്ങനെയാണ്, 2 ഫേസസ് ഉണ്ട്, ഇന്റർഫേസ് ഉണ്ട്, മൈറ്റോസിസ് ഉണ്ട്. ഇപ്പം മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ, ആക്ച്വൽ പീരീഡ് ഓഫ് സെൽ ഡിവിഷൻ ആണെന്ന് പറഞ്ഞു. ഇന്റർഫേസ് ഇറ്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു G1S ആൻഡ് G2 ഫേസ് എന്ന് പറഞ്ഞു. G1 ഫേസ്. then S ഫേസിൽ എന്താ നടക്കുന്നത്? DNA replication and chromosome replication നടക്കുന്നുണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? 4 stages of mitosis ആയിരുന്നു. ഓക്കെ, 4 stages of mitosis. മൈറ്റോസിസ് എന്ന് പറഞ്ഞ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഗാമറ്റിക് സെൽസിലാണ് നമുക്ക് മിയോസിസ് നടക്കാൻ പറ്റുന്നത്. മിയോസിസ് നടക്കുന്നത് കാണുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. അവിടെ ക്രോമസോം നമ്പർ എങ്ങനെയാണ്? ഹാഫ് ആയിട്ട് റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഹാഫ് ആയിട്ട് റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. മിയോസിസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജിലാണ് നടക്കുന്നത്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. മിയോസിസ് 1 ആണ് ഏറ്റവും വലിയ ഫേസ്. ഇറ്റ് ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു 5: ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. പിന്നെ അത് കഴിഞ്ഞാൽ എന്തെന്നാ പിന്നെയുള്ള ഫേസ് ആണ് മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിസംബ്ലിംഗ് ടു ദി മൈറ്റോസിസ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ about cell division. It conserves chromosome number in all species as a result of meiosis. പിന്നെ ജനറ്റിക് വേരിയേഷൻ നടക്കുന്നുണ്ട്, ക്രോസിംഗ് ഓവർ നടക്കുന്നത് കൊണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.